ഈ SIT അന്വേഷണം ഏറ്റെടുക്കുമ്പോൾ പരാതിക്കാർക്ക് എന്താണ് പറയാനുള്ളത്? ഈ SITയുടെ മുന്നിൽ ഇരുവരെയും മൊഴി നൽകിയവരിൽ ചിലർ നമ്മളെ സമീപിച്ചിരുന്നു. SITക്കെതിരെയും പരാതികൾ ഉയരുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് വാസ്തവമാണോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നമുക്കൊപ്പം ഒരു പരാതിക്കാരി കൂടി ചേരുന്നുണ്ട്. അതിജീവിതയാണ്. വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ പേരും ഐഡന്റിറ്റിയും വെളിപ്പെടുത്തുന്നതിൽ ബുദ്ധിമുട്ടില്ലല്ലോ? കാരണം ഇത് ഞാൻ നിയമപ്രകാരം ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഓ, ബുദ്ധിമുട്ടില്ല. അപ്പം മിനു ആണ് നമുക്കൊപ്പം ചേർന്നിരിക്കുന്നത്. ബുദ്ധിമുട്ടില്ല. കാരണം ഞങ്ങള് വിഷ്വൽ ബ്ലർ ചെയ്യുന്നില്ല. കാരണം ഈ പരാതി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ സുപ്രീം കോടതി ഉത്തരവനുസരിച്ച് ഐഡന്റിറ്റി മാറ്റാം, ഐഡന്റിറ്റി കൊടുക്കരുത് എന്നാണ്. പക്ഷേ നിങ്ങളുടെ സമ്മതമുണ്ടെങ്കിൽ നമ്മളത് കൊടുക്കും. ഓക്കെ, താങ്ക് യു. അപ്പോൾ അത് കൊടുക്കാം അല്ലേ? ഞങ്ങളിപ്പോൾ അത് മാറ്റി താങ്കളുടെ മുഖം എല്ലാവർക്കും കാണാം. കൊടുക്കാം. ഓക്കെ. അപ്പോൾ ബിനു, 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ഇപ്പോൾ ഒരു SITയെ നിങ്ങൾ സംശയിക്കുന്നു എന്ന് പറയുന്നത് ഏതേത് അടിസ്ഥാനത്തിലാണ് എന്നതാണ്. കാരണം SITയിൽ വനിതാ പോലീസുകാരടക്കമുണ്ട്. ആ SIT നിങ്ങളോട് വളരെ ഫ്രണ്ട്ലിയായി കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാൻ വേണ്ടി, അതിനുശേഷം നിയമ നടപടികളിൽ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് SIT ഉണ്ടാക്കിയിരിക്കുന്നത്. ആ SITയിൽ നിങ്ങൾക്ക് എന്താണ് സംശയം വരാൻ കാര്യം? ഇപ്പം മുകേഷിന് ജാമ്യം കിട്ടിയല്ലോ. ജാമ്യം കിട്ടിയെന്ന് വെച്ചാൽ ഒരിക്കലും ആരും കുറ്റവിമുക്തനാകുന്നില്ല. അതിപ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ നമുക്കതിന് അപ്പീൽ പോകാമല്ലോ. അപ്പോൾ അതിന് അവർ ആദ്യം പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും വളരെ അവർ കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിരുന്നു. ലാസ്റ്റ് അവർ പറഞ്ഞു അവർക്ക് പോകാൻ പറ്റത്തില്ല എന്ന് മുകളിൽ നിന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് ആ ഒരു കോൺഫിഡൻസ് അങ്ങ് നഷ്ടപ്പെട്ടു. കാരണം നമ്മളിപ്പോൾ ഒരു 10-13 ദിവസമായിട്ട് നമ്മൾ ഇവരുടെ കൂടെ ഫുൾ ആക്റ്റീവായിട്ട്, ഞാൻ ഫുൾ കോപ്പറേഷനായിട്ട് ഞാൻ ഇവരുടെ എൻ്റെ പേഴ്സണൽ കാര്യം പോലും ചെയ്യാതാണ് ഞാൻ ഇവരൊപ്പം നിൽക്കുന്നത്. കാരണം സമൂഹ നന്മയ്ക്ക് വേണ്ടിയാണല്ലോ എന്ന് ഓർത്തുണ്ട്. സ്വന്തമായിട്ടുള്ള സമൂഹ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇതിൽ ഇപ്പോൾ 10-15 വർഷം മനസ്സിൽ വെച്ചൊരു കാര്യമാണ്. എന്തുകൊണ്ട് ഞാൻ മുൻപോട്ട് ഇത് വന്നെന്ന് വെച്ചാൽ ഇത് സത്യമാണ്. അത് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ്. ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ സത്യമാണ്. ഇപ്പോൾ തന്നെ 10-60 പെൺകുട്ടികളോളം ഇന്ന് ഈ അവർക്കുണ്ടായ ദുരന്ത അനുഭവങ്ങൾ ഈ അടുത്ത ആഴ്ചയിൽ പങ്കുവയ്ക്കാമെന്ന് അവർ നമുക്ക് മൊഴി കൊടുക്കാമെന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട്. അപ്പം ഈ ഹേമ കമ്മിറ്റിയുടെ 4 കുറേ പേജുകളും ഇതായാലും മിസ്സായല്ലോ. അപ്പം അത് പുറത്ത് വരുമ്പോഴത്തേക്ക് പ്രമുഖന്മാരെല്ലാവരും SIT ഇതിൽ നിസ്സഹായരായി പോകുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? കാര്യം SIT സർക്കാരിനോട് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് അപ്പീൽ പോകണം എന്നാണ്. പക്ഷെ പ്രോസിക്യൂഷൻ പിന്നീട് അങ്ങനെ ഒരു തീരുമാനം എടുത്തത് മുകളിൽ നിന്നുള്ള സമ്മർദ്ദത്തിൽ നിന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ SITക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നാണോ പരാതി? അതോ SITക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് സംശയമുണ്ടോ? അതെ, അല്ല, SITക്ക് ഓപ്പണായിട്ട് അവർക്ക് ചിലപ്പം നല്ലൊരു ഓഫീസേഴ്സാണ് അവരെല്ലാവരും നല്ല ആക്ടിവിറ്റി, നല്ല എന്തൂസിയാസ്റ്റിക് ആൾക്കാരാണ്, എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അവർക്ക് തടസ്സം ആരാണ് ഉണ്ടാക്കുന്നത്? ആരാണ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ആ ഇൻഫ്ലുവൻസ് ഒക്കെ മാറ്റി അവരെ ഫ്രീ ആയിട്ട് വിട്. അവർ ഫ്രീ ആയിട്ട് കേസ് അന്വേഷിക്കട്ടെ. ഇപ്പോൾ എനിക്കെന്ന് വെച്ചാൽ ഇപ്പോൾ അവരിവിടെ വരുന്നു, സൈബർ വരുന്നു, എൻ്റെ ഫോണിൽ നിന്ന് എല്ലാം ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യുന്നു, കമ്പ്യൂട്ടറിൽ നിന്നെല്ലാം ട്രാൻസ്ഫർ ചെയ്യുന്നു, പിന്നെ ലാപ്ടോപ്പിൽ നിന്നെല്ലാം ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ അത് എന്തൊക്കെയോ ഈ കേസിൽ ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ ആൾക്കാരുടെയൊക്കെ ഇവർ എടുത്തിട്ട് അതിൽ നിന്നെല്ലാം എനിക്ക് കുഴപ്പമില്ല, എല്ലാം എടുത്തോട്ടെ. അത് അവർ എവിഡൻസ് എടുക്കാൻ, അവർ കൂടുതൽ എവിഡൻസ് എടുക്കുന്നതാണ്. ഇപ്പം 2008 യാത്ര ഏത് ദിവസമാണ് ഞാൻ, ഏത് ഫ്ലൈറ്റിലാണ് പോയത്, ഏത് ബസ്സിനാണ് ഇതൊന്നും ഇവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ അവരത് തപ്പിയെടുക്കുകയാണ്. പക്ഷേ പിന്നെ ഞാൻ പോയി നോക്കുമ്പോൾ കമ്പ്യൂട്ടറിനകത്ത് ഇതെല്ലാം പ്രിവ്യൂ നോട്ട് അവൈലബിൾ എന്നൊക്കെ കാണിക്കുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര പതുക്കെ കുറച്ച് ഫീലിംഗ് ആയി. അപ്പോൾ ഇന്നലെ തൊട്ട് എൻ്റെ ഫേസ്ബുക്ക് എനിക്ക് ആക്സസ് കിട്ടുന്നില്ല. അങ്ങനെ കംപ്ലീറ്റ് പിന്നെ എൻ്റെ ഫേസ്ബുക്കും കയ്യിൽ നിന്ന് പോയി. ഫേസ്ബുക്കിൽ കൂടെ ആണല്ലോ നിങ്ങളെല്ലാവരും എന്നെ അറിഞ്ഞത്. അപ്പോൾ അന്നേരം എനിക്കൊരു ഡൗട്ട് വന്നു, ഇതെന്താണ് സംഭവം? അതായത് ഫേസ്ബുക്ക് അടക്കമുള്ള സാമൂഹിക മാധ്യമങ്ങളിൽ സാമൂഹിക മാധ്യമങ്ങളിൽ നിങ്ങളെ വിലക്കിയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഫേസ്ബുക്ക് പക്ഷേ നിങ്ങളെ ഡീആക്ടിവേറ്റ് ചെയ്തായിരിക്കില്ല, അത് സർക്കാർ പറഞ്ഞ, അല്ലെങ്കിൽ SIT പറഞ്ഞ് ഫേസ്ബുക്ക് വിലക്കി എന്നാണോ മനസ്സിലാക്കുന്നത്? അങ്ങനെ ഫേസ്ബുക്ക് വിലക്കുന്നില്ല. എൻ്റെ ഫേസ്ബുക്ക് ഇപ്പോഴും ആക്റ്റീവ് തന്നെയാണ്. പക്ഷേ എനിക്ക് ആക്സസ് ഇല്ല, എനിക്കത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എന്നോട് കുറേ പാസ്വേഡൊക്കെ ചോദിച്ചു, ഞാനതൊക്കെ പറഞ്ഞു കൊടുത്തു. എൻ്റെ പാസ്വേഡ് അതെന്ത് പറ്റി? പാസ്വേഡ് പറഞ്ഞു പോയോ? എന്നോട് പറഞ്ഞു മിനു അതിൻ്റെ ഒരു
അല്ലല്ല പാസ്വേഡ് എന്നോട് അവർ SIT-ക്കാർ അതിൻ്റെ പാസ്വേഡ് വേണം ഇതിൻ്റെ പാസ്വേഡ് വേണം. ഞാൻ നന്നായിട്ട് അവരോട് കോപ്പറേറ്റ് ചെയ്തു, എൻ്റെ പാസ്വേഡൊക്കെ പറഞ്ഞു കൊടുത്തു. പക്ഷെ അവരെന്തെങ്കിലും ഓപ്പറേറ്റ് ചെയ്തോട്ടെ, അവരെന്ത് എവിഡൻസിന് വേണ്ടിയില്ല, ഞാൻ റെഡിയാണ് അവരോട് കോപ്പറേറ്റ് ചെയ്യാൻ. പക്ഷേ തിരിച്ച് കിട്ടിയപ്പോൾ എനിക്കിപ്പോൾ ഫേസ്ബുക്ക് ഇല്ലാണ്ടായപ്പോൾ ഇനിയിപ്പോൾ SIT ആണോ ഇതിൻ്റെ പുറകിൽ വേറെ വല്ലവരുമാണോ, ഇപ്പോൾ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ആ ഒരു ഫീലിങ്സ് ആവുന്നത് ഞാൻ പെട്ടെന്ന് നിങ്ങളെല്ലാവരും അറിയിച്ചത്.